നമസ്കാരം. നരേന്ദ്രമോദിയുടെ ശബരിമല പരാമർശത്തിന് എതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. ശ്രീധരൻ പിള്ളയ്ക്കെതിരെ നടപടിക്ക് ശുപാർശ. ശോഭാ സുരേന്ദ്രനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശബരിമല കർമ്മസമിതിയുടെ പ്രചാരണത്തിൽ കമ്മീഷന്റെ കടുത്ത നടപടികൾ. കേരളത്തിൽ പോളിംഗ് ദിനം അടുത്തു വരുമ്പോൾ ഏതു വിധേനയും സുവർണാവസരം നേടണമെന്ന തീരുമാനമെടുത്തവർക്ക് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളൊന്നും ബാധകമല്ലാതാകുകയാണ്. ലംഘിക്കുന്ന ചട്ടങ്ങൾ ഏതെന്ന് അന്വേഷിക്കുമ്പോൾ വർഗീയ വിദ്വേഷത്തിന്റെ പേരിൽ വിഭജനം നടത്തുക എന്നതാണ് ലക്ഷ്യം എന്ന് വ്യക്തമാണ്. നിർണായക തെരഞ്ഞെടുപ്പിൽ ചട്ടം ലംഘിക്കുന്നവർ ലക്ഷ്യം വെക്കുന്ന ധ്രുവീകരണം കേരളത്തിൽ നടപ്പിലാകുമോ എന്ന് പരിശോധിക്കുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസ് ഉന്നയിക്കുന്നത് ഒരേ ഒരു ചോദ്യം: കമ്മീഷനെ പോലും അധിക്ഷേപിച്ച് വോട്ട് ചോദിക്കുന്നവർക്ക് രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനാകും. ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് പരിശോധിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തുന്നവർ ലക്ഷ്യം വെക്കുന്ന ധ്രുവീകരണം നടത്താൻ ആഗ്രഹിക്കുന്നവർ വിജയിച്ചു കയറിയാൽ രാജ്യത്തിന്റെ താല്പര്യം നടപ്പിലാക്കാനാകുമോ? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, CPM-നെ പ്രതിനിധീകരിച്ച് ജെക്സി തോമസ്, BJP നേതാവ് VV രാജേഷ് എന്നിവർ. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, നരേന്ദ്രമോദി മുതൽ ഇങ്ങോട്ടുള്ള നേതാക്കളെല്ലാം തന്നെ, കേരളത്തിലെ ശ്രീധരൻ പിള്ള മുതലുള്ള നേതാക്കളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ ലംഘിക്കുന്നതിന് ഇപ്പോൾ നടപടികൾ നേരിടാൻ ശുപാർശയ്ക്ക് പോയിരിക്കുകയാണ്. നടപടികൾ എടുക്കാൻ തന്നെ ചിലരുടെ പേരിലേക്ക് ഇപ്പോൾ നിർദ്ദേശം വന്നിട്ടുമുണ്ട്. ശബരിമലയുടെ പേരിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കരുത് എന്നതിനെക്കുറിച്ച് കേരളത്തിൽ നടക്കുന്ന ചർച്ചകളിൽ BJP എടുക്കുന്ന നിലപാട് എന്താണെന്നുള്ളതാണ് ഇതിനകത്ത് വ്യക്തമാകുന്നത്. ചട്ടലംഘനങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഈ രീതിയിൽ ഒരു ധ്രുവീകരണത്തിന്റെ സാധ്യതകൾ തേടുന്ന ചട്ടലംഘനങ്ങൾ മാത്രമാണ്. ഇതിനെതിരെ CPM ഇന്ന് പരാതി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് ഇത്തരത്തിലുള്ള ചട്ടലംഘനങ്ങളെ ശ്രദ്ധിക്കുന്നില്ലേ? ചട്ടലംഘനങ്ങൾ ഒരിക്കലും പാടില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ചട്ടലംഘനങ്ങൾ BJP-യുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അവരുടെ അധികാര കേന്ദ്രങ്ങൾ കൈവശമുണ്ട് എന്നതുകൊണ്ട് ചട്ടലംഘനങ്ങൾ നടത്തിയാൽ പോലും ഒരു നടപടിക്കും അവർ വിധേയരാവുകയില്ല എന്ന ഒരു ധൈര്യം, ഒരു അസാധാരണമായൊരു ധൈര്യം അവരെ നയിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ശബരിമല പ്രശ്നമാണ് എടുത്തതെങ്കിൽ, ശബരിമല പ്രശ്നമാണ് അവരെടുക്കുന്നതെങ്കിൽ അവരതിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ്. കോടതികളായാലും ഇലക്ഷൻ കമ്മീഷനായാലും നിർദ്ദേശിച്ചിട്ടുള്ള ശബരിമല പ്രശ്നം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശത്തെ ലംഘിക്കാൻ തീരുമാനമെടുത്ത് പാർട്ടി തീരുമാനമെടുത്തിട്ടാണ് അവരെല്ലാം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തീരുമാനം എടുക്കാൻ അവർക്ക് പ്രചോദനമാകുന്നത് മുകളിൽ ചെന്നാൽ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ ചെന്നാൽ അവർക്ക് ഈ തെറ്റായ നടപടികൾക്കെതിരായ സംരക്ഷണം ലഭ്യമാകുമെന്ന ധാർഷ്ട്യമാണ്, എന്ന ധിക്കാരമാണ്. അത് ആ നടപടികളിലേക്ക് നീങ്ങുമ്പോൾ അവർ അനുഭവിക്കാൻ പോകുന്നത് ഒന്നും തന്നെ ദോഷകരമായിരിക്കുകയില്ല. ഞങ്ങൾക്കൊന്നും ദോഷം സംഭവിക്കില്ല, ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹയറപ്സിൽ ആളുകളുണ്ട് എന്ന ഒരു വിചാരത്തിലാണ്. CPM കൊടുത്തിട്ടുള്ള പരാതിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസും ഈ കാര്യത്തിൽ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പരാതികൾ കൊടുക്കുന്നുണ്ട്, പരാതികൾ കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുമുണ്ട്. അത് യുക്തമായ സമയങ്ങളിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം നീക്കങ്ങൾ ഉണ്ടാകും. ഏതെങ്കിലും ഒരു പരാതി ഒരിടത്ത് കിട്ടിയാൽ മതി, CPM കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതിക്കകത്ത് അതിനെതിരായ നടപടികൾക്ക് ശുപാർശയുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് ഇതിന് BJP-യുടെ ഭാഗം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ത്യ രാജ്യത്തെ ഇത്തരം സ്ഥാപനങ്ങളെ മുഴുവൻ വിലക്കെടുത്ത മാതിരി നിയന്ത്രിച്ചു നിർത്തുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ ഞങ്ങളുടെ അനുയായികൾക്ക് അവരുടെ അനുയായികൾക്ക് എന്തുമാവാം എന്ന ധാർഷ്ട്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അതിനൊക്കെയുള്ള ഏക പോംവഴി ഇവരെ തെരഞ്ഞെടുപ്പിൻ്റെ ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ നിന്ന് താഴെത്തിറക്കുക എന്നുള്ളതാണ്. അതിനെത്രത്തോളം സഹകരണാത്മകമായ നിലപാട് എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകുന്നു എന്നുള്ളത് കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. PM സുരേഷ് ബാബു, ഈ കാര്യത്തിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിലെ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയ കക്ഷികൾ സഞ്ചരിക്കേണ്ട ഒരു പാതയാണ്
ചട്ടലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരായി പരാതി കൊടുക്കുക, മറ്റ് തരത്തിലുള്ള നിയമങ്ങൾ ഒക്കെ ചട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. ശബരിമലയെ സംബന്ധിച്ച് കേരളത്തിൽ ഉയർന്നു വന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ കാര്യത്തിൽ രാഷ്ട്രീയമായി കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്നുള്ളതും BJP എവിടെ നിൽക്കുന്നു എന്നുള്ളതും ഇടതുപക്ഷം ഉൾപ്പെടെ CPM ഉൾപ്പെടെ വല്ലാതെ ചർച്ച ചെയ്തതുമാണല്ലോ. ആ സംശയം കൂടി ഉള്ളത് കൊണ്ടാണ് ഇക്കാര്യത്തിൽ വേണ്ട ആവേശത്തോടു കൂടിയുള്ള പരാതി ഉണ്ടാകുന്നുണ്ടോ എന്ന ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. ശ്രീ PM സുരേഷ് ബാബു. അല്ല, പരാതിയുടെ എണ്ണം നോക്കിയിട്ടൊന്നുമല്ലല്ലോ നടപടികൾ എടുക്കേണ്ടത്. പരാതിയുടെ ആയിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പരാതി അവിടെ ഉണ്ടല്ലോ. ആ പരാതിയോട് ഞങ്ങൾ ഇത്തരം പരാതികൾ തെറ്റാണ്, ഇങ്ങനെ പരാതിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വല്ല പ്രതികരണം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ മാത്രമല്ലേ അതിനോട് പ്രത്യേകിച്ച് നമ്മൾ വേറെ എന്തെങ്കിലും കരുതേണ്ട കാര്യമുള്ളൂ. ഒരു പരാതി അവിടെ വന്നു, ആ പരാതി യുക്തിസഹമാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും നിർദ്ദേശങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പരാതിയാണ്. അത് തീരുമാനമെടുത്തിട്ടുള്ള ഒരു പരാതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെതിരായിട്ടുള്ള പരാതിയല്ല, ഇവരുടെ പ്രക്ഷോഭം, BJPയുടെ പ്രക്ഷോഭം, അതിനെതിരായി യുക്തമായ പരാതി ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ആ വന്നതിനെ പൂർണ്ണമായും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് അതിനകത്ത് ഒരു മൃദുത്വ സമീപനമൊന്നുമില്ല. അത് ഞങ്ങളും കൂടി കൊടുത്ത് ഞങ്ങളും ഇതിൻ്റെ ആളാണെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള അത്തരമൊരു അത്യാവശ്യമല്ല സ്വതവേ ഞങ്ങൾ കാണിക്കുന്നത്. ഇത്തരം പരാതികൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഒന്നുകിൽ ഞങ്ങൾ പെടുത്തും, അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ പെടുത്തുന്നതിനെ അംഗീകരിക്കും. അതിനകത്തൊന്നും മറ്റൊരു അഭിപ്രായ പ്രകടനത്തിന് പ്രസക്തിയില്ല എന്നാണ് എന്റെ തോന്നൽ. എന്തായാലും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിലെ ചില നേതാക്കളൊക്കെ എടുത്ത നിലപാട് മൂലം അവർ BJPയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് ചർച്ചയായപ്പോൾ ഇപ്പോൾ അങ്ങനെ പോകുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ പോലും ഇറക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ആ കാര്യത്തിൽ ചാനലുകളെ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ ഈ കാര്യത്തിൽ പരാതികൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അതിനകത്ത് കുഴപ്പമൊന്നും ഇല്ല, അതിനകത്ത് ഞങ്ങൾ ചട്ടം ലംഘിക്കുന്നതിനെതിരാണെന്ന് സുരേഷ് ബാബുവിനെ പോലുള്ളവർക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നു. കാരണം നോട്ടീസ് ഇല്ല, അത്തരം വിശ്വാസം ജനങ്ങൾക്കില്ല എന്നൊരു തോന്നലും ഉള്ളത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ശ്രീ VV രാജേഷും ശ്രീ ജെയ്ക്സി തോമസും ഇപ്പോൾ ടെലിഫോൺ ലൈനിലാണുള്ളത്. അവർ അല്പസമയത്തിനകം സ്റ്റുഡിയോയിലേക്ക് എത്തും. ശ്രീ VV രാജേഷ്, എന്തുകൊണ്ടാണ് ശബരിമല പരാമർശത്തിനെതിരെ നിങ്ങളുടെ നേതാവ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ, ശ്രീധരൻ പിള്ള ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ചട്ടലംഘനങ്ങൾ, ഈ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ചട്ടലംഘനങ്ങൾ ഒരു പ്രത്യേക ദിശയിലേക്ക് മാത്രം ചലിക്കുന്ന ചട്ടലംഘനങ്ങളാകുന്നത്? നമ്മൾ പ്രഥമ ദൃഷ്ടിയായി ഇപ്പോൾ മാധ്യമങ്ങളുടെ വാർത്തയൊക്കെ പറഞ്ഞ് ചട്ടലംഘനം എന്ന് പറഞ്ഞാലും ഈ ഒരു പ്രസംഗവും ശ്രീധരൻപിള്ള സാറിന്റെ ആയാലും ശോഭയുടെ ആയാലും ഒക്കെ തന്നെ ഒരു പ്രസംഗവും ചട്ടലംഘനത്തിന്റെ പരിധികൾ നിയമപരമായിട്ട് വരുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത്. ഇത് തെരഞ്ഞെടുപ്പ് പ്രകടനവും പ്രവർത്തനവും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ശ്രീ VV രാജേഷ്, താങ്കൾക്ക് അറിയാൻ സാധിച്ചില്ലെങ്കിൽ ഞാനൊരു വാർത്ത താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. കഴിഞ്ഞ ഒരു മണിക്കൂറിൽ മറ്റു ചർച്ചയിൽ പങ്കെടുത്തതുകൊണ്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല. ശോഭാ സുരേന്ദ്രനെതിരെ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളതായിട്ടാണ് അറിയുന്നത്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാമർശം നടത്തിയതിന് അത് DGPയോടും റിപ്പോർട്ട് അന്വേഷിച്ചിട്ടുണ്ട്. എനിക്കതിന്റെ വസ്തുത കിട്ടിയിട്ടില്ല. ലാൽ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയാം. ഞാൻ മറ്റൊരു പരിപാടിയായി PS ശ്രീധരൻപിള്ളക്കെതിരെയാണ് ഈ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്, റിപ്പോർട്ട് കമ്മീഷന് പോയിരിക്കുന്നത്. മറ്റേ ശോഭാ സുരേന്ദ്രനെതിരെ CEO ടിക്കാറാം മീണ DGPയോടും മറ്റുദ്യോഗസ്ഥരോടും വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ആ വിവരം അത് റിപ്പോർട്ട് കാണുകയോ അതിന്റെ കൺസേൺഡ് പാർട്ടിയുടെ ആൾക്കാരുമായിട്ട് സംസാരിക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ എനിക്കത് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഇപ്പം നിർവാഹമില്ല. കാരണം ഞാൻ പരിപാടിയിൽ നിന്നാണ് വരുന്നത്. അങ്ങ് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ശരി, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഈ ശോഭാ സുരേന്ദ്രനായാലും ശ്രീധരൻപിള്ള ആയാലും നരേന്ദ്രമോദി ആയാലും മറ്റുള്ളവരൊക്കെ ആയാലും ശബരിമല കർമ്മസമിതിയുടെ പ്രചാരണത്തിന്റെ ബോർഡുകൾ ഉൾപ്പെടെ ഇപ്പൊ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു പ്രത്യേക ദിശയിലേക്കാണല്ലോ പോകുന്നത്. കമ്മീഷൻ പറഞ്ഞതിന് എതിരെയുള്ള ദിശയിലേക്കാണല്ലോ പോകുന്നത്. കമ്മീഷൻ പറയേണ്ട കാര്യം കമ്മീഷൻ പറയും. രാഷ്ട്രീയ പാർട്ടി എന്നുള്ളവർക്ക് ഞങ്ങൾ നടത്തേണ്ട പ്രവർത്തനം ഞങ്ങൾ നടത്തും. ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് ഞങ്ങൾ മുദ്രാവാക്യങ്ങൾ രൂപപ്പെടുത്തും. അത് കമ്മീഷന്റേതായ ജോലിയും ഞങ്ങൾ ഞങ്ങളുടേതായ ജോലി ചെയ്യും. ദിശ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ദേശീയ തലത്തിലുള്ള വിഷയങ്ങളോടൊപ്പം തന്നെ ശബരിമല പ്രധാനപ്പെട്ട ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനനുസരിച്ചുള്ള മുദ്രാവാക്യങ്ങൾ വരും, പ്രസംഗങ്ങൾ വരും, ഹോർഡിങ്സ് വരും.
ജനങ്ങൾ അതിൽ അവർക്ക് മുറിവേറ്റതിന് എതിരായിട്ട് അവർ അവരുടെ സമ്മതിദാനാവും വിനിയോഗിക്കും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അതിനെയും തുടരും. അല്ല, ഈ തിരിച്ച് നിങ്ങൾ അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാമല്ലോ. പക്ഷേ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു എന്നും എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തിലും വികസനത്തിന്റെയും മറ്റ് കാര്യങ്ങളും ഒക്കെ അല്ലേ പറയേണ്ടത്? അത് പറയുന്നില്ലല്ലോ. അത് തീർച്ചയായും ഞങ്ങളുടെ പ്രകടന പത്രികയിൽ അതൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ പ്രകടന പത്രികയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ പ്രകടന പത്രികയിലുള്ള ഒരു വിഷയമാണ് ശബരിമല വിഷയം. അപ്പൊ പ്രകടന പത്രികയിലുള്ള എല്ലാ വിഷയവും സംസാരിക്കുന്നതോടൊപ്പം തന്നെ ഈ വിഷയം സംസാരിക്കും. കേരളത്തിലാകുമ്പോഴേക്കും ഇല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലാകുമ്പോഴേക്കും ഇതിന് കുറച്ച് പ്രാമുഖ്യം കൂടും ഈ വിഷയത്തിന്. അതെന്തുകൊണ്ടാണ് തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് പ്രാമുഖ്യം കൂടുന്നത്? ശബരിമല സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ്. വടക്കേ ഇന്ത്യക്കാൾ കൂടുതൽ തീർത്ഥാടകർ വരുന്നത് തെക്കേ ഇന്ത്യയിൽ നിന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ ഇടയിലൊക്കെ തന്നെ ഇതൊരു വളരെ വലിയൊരു വികാരമായി ആളിപ്പടർന്നിട്ടുണ്ട്. പലപ്പോഴും അവിശ്വാസികളായ യുവതികൾ ശബരിമലയിലേക്ക് കടന്നപ്പോഴേക്കും മലയാളികളെക്കാൾ കൂടുതൽ തമിഴ് ആന്ധ്രാപ്രദേശങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരാണ് നാമജപ പരിപാടികളുമായിട്ട് അവിടെ ഒത്തുചേർന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലൊക്കെ ചർച്ച ചെയ്യണം. മാത്രവുമല്ല, സംസ്ഥാന സർക്കാർ നടത്തിയ വിശ്വാസ സമൂഹത്തിന്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചതിനെ കുറിച്ച് വളരെ വ്യാപകമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചർച്ച ചെയ്യണം, അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്തിട്ടുമുണ്ട്. ഈ വിശ്വാസികളുടെ കാര്യം ചർച്ച ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ അത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇതാണ് ചർച്ച ചെയ്യേണ്ടത്. തെക്കേ ഇന്ത്യയിലാകുമ്പോൾ ശബരിമലയാണ്, വടക്കേ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ മറ്റ് അമ്പലങ്ങളാണ്. ഇങ്ങനെ അമ്പലങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസികളെ ചുറ്റിപ്പറ്റിയുള്ള മാത്രം ചർച്ചകളിലേക്ക് പോകുന്നതും ചട്ടം ലംഘിച്ചാലും ഞങ്ങൾ അതിന്റെ കൂടെയാണ് എന്ന് ആദ്യം അതിന്റെ ഭാഗത്ത് ഇല്ലാതിരുന്നവർ ഇപ്പോൾ പറയുന്നതും എന്തുകൊണ്ടാണ്? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? അതായത് ഓരോ പ്രദേശത്തെയും അമ്പലത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ ആണ് ആ വികാരത്തിനൊപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ ശബരിമലയുടെ നാമജപമൊക്കെ ഉണ്ടായ സമയത്ത് തുടങ്ങിയ സമയത്ത് നിങ്ങളൊന്നും അതിന്റെ കൂടെ ഇല്ലായിരുന്നു, BJP അതിന്റെ കൂടെ ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ള ആളുകൾ ഇപ്പോൾ വോട്ട് പിടിക്കുമ്പോൾ മാത്രം ഓരോ പ്രദേശത്തിന്റെയും ആരാധനാലയങ്ങളും വിശ്വാസികളും ശബരിമലയും അയോധ്യയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വികാരങ്ങൾ ഉണർത്തുന്നത് എന്തുകൊണ്ടാണ്? ആ സമരം അവിടെ നടന്ന പ്രതിഷേധ കാര്യങ്ങൾ തുടങ്ങിയത് BJP ആണെന്ന് ഞങ്ങൾ ഒരിടത്തും അവകാശപ്പെട്ടിട്ടില്ല. അതിന്റെ പല ഘട്ടങ്ങൾ കടന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു ആവശ്യം ഉയർന്നു വന്നപ്പോഴാണ് BJPയുടെ നേതാക്കന്മാർ അവിടെ എത്തുകയും അതിനൊരു രാഷ്ട്രീയ പിന്തുണ നൽകിക്കൊണ്ട് ആ സമരത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം ഞങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. അത് NSS, SNDP പ്രവർത്തകർ, വിവിധ KPMS, വിവിധ സാമുദായ സംഘടനകൾ അവരൊക്കെ കൂടി നടത്തിയ ഒരു മുന്നേറ്റമാണ്. അതിന് ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ രാഷ്ട്രീയ നേതൃത്വം BJP നൽകി. പിന്നെ അതായത് സുവർണ അവസരമാണത്. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. തെരഞ്ഞെടുപ്പിനെ അതിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന് പറയുന്നത്. കാരണം K. സുരേന്ദ്രനെ നിങ്ങളുടെ സർക്കാർ എന്തിനാ 23 ദിവസം ജയിലിലടച്ചത്? അതൊക്കെ അതിനുശേഷം ആദ്യത്തെ ഒരാഴ്ച VV രാജേഷ് ഉൾപ്പെടെ, VV രാജേഷ് അന്ന് ചർച്ചയ്ക്ക് വരുന്നില്ല, മറ്റ് ആളുകളൊക്കെ ഈ ചർച്ചയിൽ വന്നിരുന്നു. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, BJP ഇവരുടെ കാര്യത്തിൽ സാധാരണ ഇത്തരം വികാരങ്ങൾ പറഞ്ഞ് ഇടപെടുന്നതാണല്ലോ, നിങ്ങൾ ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇടപെടാത്തതെന്ന് ചോദിച്ചതാണ്. അവരാരും ആ കാര്യത്തിൽ നിലപാടെടുക്കാതിരുന്നു. ഓരോ വിഷയത്തിലും നമ്മൾ ജയിലിൽ പോകുന്നതും റോഡിലിറങ്ങി സമരം ചെയ്യുന്നതും ഒക്കെ പല ഘട്ടങ്ങളിലായിട്ടാണ്. ഒരു വിഷയം ഉയർന്നു വരുന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ ആരും ജയിലിൽ പോകാറോ അല്ലെങ്കിൽ റോഡിലേക്ക് സമരം ചെയ്യാനോ എല്ലാ വിഷയത്തിലും സാധ്യമല്ല. ശബരിമല പക്ഷെ അഭിപ്രായം ഉണ്ടാകുമല്ലോ, നിലപാടുകൾ ഉണ്ടാകുമല്ലോ. നിലപാടില്ലായിരുന്നു, പിന്നീടാണ് സുവർണ അവസരം വന്നത്, പലതവണ മാറ്റി പറഞ്ഞത്. ഞാൻ തിരിച്ചെത്താം ശ്രീ VV രാജേഷ്. ശ്രീ ജെയ്സി തോമസ്, ഇതാണ് മറുപടി. ആദ്യം PM സുരേഷ് ബാബു പറഞ്ഞ ഒരു കാര്യവും താങ്കളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു പരാതി സ്വയം മുൻകൈയെടുത്ത് കൊടുക്കാതിരുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി. ഇപ്പോൾ BJP ഇതിനെ എങ്ങനെ കാണുന്നു എന്നത്. ശ്രീലാൽ, അതിനകത്ത് രണ്ട് കാര്യങ്ങൾ. സാങ്കേതികമായ ചില പ്രശ്നങ്ങളുടെ അപര്യാപ്തത കൊണ്ട് കോൺഗ്രസ് നേതാവിന്റെ വാദങ്ങൾ എന്താണെന്ന് എനിക്ക് പൂർണ്ണമായി കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ശ്രീ VV രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കുന്നത് കണ്ടു. അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങളുടെ സാധ്യതകളെയൊക്കെ അപ്പാടെ തള്ളിക്കളയുന്ന സ്ഥിതിയാണ്. ഞാൻ പറയുന്നത് ഇത് ഇവരുടെ കേന്ദ്രീകരിച്ചുള്ള അജണ്ടയുടെ ഭാഗമാണ്. ഇത് വെറുതെ ആകസ്മികമായി ആക്സിഡന്റലായി യാദൃശ്ചികമായി ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി മുതൽ ഇവരുടെ അഗ്രസീവ് വർഗീയതയുടെ മുഖമായി ഇവർ രാജ്യത്ത് പരിലസിക്കുന്ന യോഗി ആദിത്യനാഥ് മുതൽ നമ്മുടെ നാട്ടിൽ ശ്രീധരൻ പിള്ളയും അതേപോലെ തന്നെ മറ്റു നേതാക്കന്മാരും ഒക്കെ പരീക്ഷിക്കുന്ന ഒരൊറ്റ തന്ത്രമാണ്. ഇവർ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഇവർ ഈ രാജ്യത്ത് വരുത്തിവെച്ച വിനാശകരമായ ഒരു ഭരണകൂട നടപടികളുടെയും ഒരു പേര് പോലും ഉച്ചരിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. മറിച്ച് ഇവർ മതത്തെയും ജാതിയെയും രാഷ്ട്രീയത്തെയും രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. ഇവർ യുദ്ധത്തെ ഉപയോഗിക്കുകയാണ്. ഇവർ ദേശീയതയെ ഉപയോഗിക്കുകയാണ്. അതിന്റെയൊക്കെ പരിച്ഛേദങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രീധരൻ പിള്ള പോലും മുമ്പ് BJPയുടെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് BJPക്കകത്തെ അത്രമേൽ താരതമ്യേന കൊള്ളാവുന്ന ഒരു ആയിട്ടായിരുന്നു പൊതുസമൂഹത്തിന് മുമ്പിൽ ശ്രീധരൻ പിള്ള ഉണ്ടായിരുന്നത്. പൊതുവിൽ ജനുവിനായ വാദങ്ങൾ കേൾക്കുമ്പോൾ ജനുവിനെന്ന് തോന്നിപ്പിക്കുന്ന വാദങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന ആളായിരുന്നു. പക്ഷെ 2 ദിവസക്കാലം മുമ്പ് നമ്മൾ കേട്ട എത്രയോ കടുത്ത
ന്യൂനപക്ഷ വിരുദ്ധ മുസ്ലിം വിരുദ്ധ പരാമർശമാണ് ശ്രീധരൻപിള്ള നടത്തിയത്. ഇദ്ദേഹം ആർക്ക് പഠിക്കുകയാണ് എന്ന ചോദ്യം നമ്മുടെ ഉള്ളിൽ വന്നാൽ അദ്ദേഹം യോഗി ആദിത്യനാഥിന് പഠിക്കുന്നത് പോലെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ശ്രീധരൻപിള്ള കേരളത്തിന്റെ മണ്ണിൽ നിന്ന് നടത്തുകയാണ്. അത് മാത്രമല്ലല്ലോ, മോഡി സേന എന്നാണ് യോഗി ആദിത്യനാഥ് ഇന്ത്യൻ പട്ടാളത്തെ വിശേഷിപ്പിച്ചത്. നരേന്ദ്രമോദിയും അമിത്ഷായും തന്നെ 4 ദിവസക്കാലം മുമ്പ് അമിത്ഷാ നടത്തിയ പ്രസ്താവന ഈ രാജ്യം ഹിന്ദുക്കളുടെയും ബുദ്ധിസ്റ്റുകളുടെയും മാത്രമാണ്, ഈ രാജ്യത്തെ അവരിലേക്ക് മാത്രമായി ഞങ്ങൾ വീണ്ടെടുക്കും എന്ന പ്രഖ്യാപനം അമിത്ഷാ നടത്തിയില്ലേ? BJPയുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ ആ പ്രസ്താവനയെ അഭിമാന പുരസ്സരം നമ്മുടെ രാജ്യത്തിന് മുമ്പിൽ ട്വീറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇവർ GSTയെ കുറിച്ച് സംസാരിക്കില്ല, ഇവർ നോട്ട് നിരോധനത്തെ കുറിച്ച് സംസാരിക്കില്ല, ഇവർ റാഫേൽ ഇടപാടിനെ കുറിച്ച് സംസാരിക്കില്ല, ഇവർ ഏറ്റവും അതിശ്രേഷ്ഠ വിദ്യാകേന്ദ്രമായി ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തതിനെ കുറിച്ച് ഇവർ സംസാരിക്കില്ല, ഇവർ കള്ളപ്പണം തിരികെ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് സംസാരിക്കില്ല, ഇവർ പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വിലവർദ്ധനവിനെ കുറിച്ച് ഇവർ സംസാരിക്കില്ല. ഇവർ സംസാരിക്കുമ്പോൾ കടുത്ത ന്യൂനപക്ഷ വിരുദ്ധതയും അതേപോലെ ഭൂരിപക്ഷ മതധ്രുവീകരണവും ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിൽ രാജ്യത്തെ ശിഥിലമാക്കുന്ന വർത്തമാനങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് ഗതികെട്ടിട്ടാണ് സഹികെട്ടിട്ടാണ് ഇന്ത്യൻ കോടതികൾക്ക് ചോദിക്കേണ്ടതായി വന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയാണോ എന്നുള്ളത്. ആ കോടതിയിൽ നിന്നുള്ള അസാധാരണമായ വാക്ചരവർഷം കേട്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കേണ്ടതായി വന്നത്. യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വിലക്ക് പ്രഖ്യാപിക്കേണ്ട വന്നത് കോടതിയിൽ നിന്ന് പോലും രൂക്ഷമായ പരിഹാസം സമീപകാല ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ കമ്മീഷൻ നേരിടേണ്ടതായി വന്നു. അതേപോലെ തന്നെ ഇന്ന് ഇപ്പൊ ശ്രീ ഡോക്ടർ ലാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് കേരള ഹൈക്കോടതിക്ക് മുമ്പിൽ നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു, ശ്രീധരൻപിള്ള നടത്തിയത് കടുത്ത തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്, 123A പ്രകാരമുള്ള കടുത്ത തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് ശ്രീധരൻപിള്ള നടത്തിയിരിക്കുന്നതെന്നും ഒരു കാരണവശാലും ഒരു സമരസപ്പെടൽ തയ്യാറല്ല എന്നും അതിശക്തമായ നടപടി BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് നേരെ ഉണ്ടാകുമെന്നും ഹൈക്കോടതിയെ ബോധിപ്പിച്ചതിന് ശേഷമാണ് ആ പരാതി അവസാനിപ്പിക്കാൻ കോടതി തയ്യാറായത്. അപ്പോൾ കേരളത്തിലും അടക്കം ഇവർ കേന്ദ്രീകരിച്ച് രാജ്യത്തെമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അജണ്ടയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് കേരളത്തിലടക്കം ഇവർ തയ്യാറാകുന്നത്. ശ്രീ PM സുരേഷ് ബാബു, അപ്പോൾ ഈ കാര്യത്തിൽ BJP എടുക്കുന്ന ബോധപൂർവമായ നിലപാട് എന്ന കാര്യത്തിൽ താങ്കൾക്കുൾപ്പെടെ സംശയമില്ല. പക്ഷെ അതുണ്ടാക്കുന്ന ഫലം എന്താണ് എന്നുള്ളത് കൃത്യമായി വ്യക്തമാകുന്നും ഉണ്ട്. ആ കാര്യത്തിൽ ഇപ്പോൾ രാജേഷ് പറഞ്ഞ മറുപടിയോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? അല്ല, ഇതിനകത്ത് അവർ ഏത് ഓറിയന്റേഷനിലാണ് ഇത്തരം നിലപാടെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് ഇപ്പോൾ ലാൽ മനസ്സിലാക്കിയത് തന്നെയാണ് എൻ്റെയും നിരീക്ഷണം ആ കാര്യത്തിലുള്ളത്. അതിനകത്തൊന്നും ഒരു പ്രത്യേകമായ ഒരു നിരീക്ഷണ പാഠവും അതിനകത്ത് എടുത്ത് ഉപയോഗിക്കപ്പെടേണ്ടുന്ന കാര്യമൊന്നുമില്ല. പക്ഷേ അത് വിലപ്പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഇക്കാര്യത്തിലുള്ള നിഗമനം. കാരണം BJP ഒരു സുവർണ അവസരമാക്കി മാറ്റാൻ ശ്രമിച്ചതിൻ്റെ ഗുണഫലം അവർക്ക് അതുപോലെ കിട്ടിയിട്ടില്ല എന്നുള്ളത് പിൽക്കാല സംഭവങ്ങളും പിൽക്കാലത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും കൊണ്ട് നമുക്ക് കേരളത്തിൽ നിന്നുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് അതൊരു വൃദ്ധാശ്രമമാണ്. അവർ വീണ്ടും നരേന്ദ്രമോദി, അത് കേരളത്തിൽ വന്നിട്ടൊന്നും പറയുന്നതല്ല, അവിടെ പോയിട്ട് ശബരിമല എന്ന പേര് പറഞ്ഞു പോയാൽ ഞങ്ങൾ ജയിലിൽ പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഒരു തരം ഹിന്ദു വികാരത്തെ ഉണർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം എന്ന നിലയ്ക്ക് അതിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ വൈചിത്ര്യത്തെക്കുറിച്ച് അതിൻ്റെ അന്തസാരതയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ജനങ്ങളും അത് നിലനിൽക്കുന്ന അവിടുത്തെ ആചാരങ്ങളെ കുറിച്ച് ബോധ്യമുള്ള ആളുകളുടെ ഇടയിലും മോദിയുടേതടക്കമുള്ള ഒരാളുടെയും പ്രചരണം ഈ കാര്യത്തിൽ വിലപ്പോവില്ല. അത് അവർ നടത്താൻ ശ്രമിക്കുന്നത് മറ്റ് പ്രചാരണങ്ങൾ നടത്തിയാൽ അവർക്ക് ഒരു തരത്തിലുള്ള വിജയവും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുകയില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് ട്രിക്കി ആയിട്ടുള്ള ചില വിഷയങ്ങൾ എടുത്ത് പ്രചാരണത്തിന് 3-4 ദിവസമെങ്കിലും ഇനി എങ്ങനെയെങ്കിലും ഒപ്പിച്ചു പോകാം എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് അവരുടെ നിഗമനം എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ VV രാജേഷ്, അപ്പോ എത്രയൊക്കെ പ്രകോപിപ്പിച്ചാലും നിങ്ങൾ ചെയ്ത 5 കൊല്ലത്തെ കാര്യങ്ങൾ അത് പ്രകടന പത്രികയിൽ മാത്രം അച്ചടിച്ചു വെക്കുകയുള്ളൂ, ജനങ്ങളുടെ മുമ്പാകെ പറയില്ല. ജനങ്ങളുടെ മുമ്പാകെ പറയുന്നത് ശബരിമലയാണ്. പക്ഷേ ശബരിമലയെ കുറിച്ച് പറയുമ്പോഴും ഇന്ന് ശ്രീ പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ആണെങ്കിൽ കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്. ഈ നരേന്ദ്രമോദി പോലും അദ്ദേഹം ഇരിക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനത്തിന്റെ മഹത്വം പോലും മറന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ്. അത് BJPക്ക് ഈ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വക നൽകുന്നതാണോ ശ്രീ രാജേഷ്? നരേന്ദ്രമോദി അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തോട്
തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണല്ലോ ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഈ രാജ്യത്തിൻ്റെ നിലപാടുകളും അംഗീകരിക്കുകയും ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ 44 രാജ്യങ്ങൾ പ്രതിരോധ മേഖലയിലുണ്ടായ നമ്മുടെ ഒരു നീക്കത്തെക്കുറിച്ച് പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചതും. പാകിസ്ഥാൻ തന്നെ നമ്മുടെ ധീര ജവാനെ ഇവിടെ വിട്ടുതന്നത് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെടുത്ത ധീരമായ നേതൃത്വത്തെ പിന്തുടർന്നുകൊണ്ടാണല്ലോ. സൗദി രാജകുമാരൻ ഇന്ത്യക്ക് അനുകൂലമായിട്ട് സംസാരിച്ചത് നരേന്ദ്രമോദിജിയുടെ നിലയും വിലയും അനുസരിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി എന്തൊക്കെ പറഞ്ഞാലും നരേന്ദ്രമോദി ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്, ഇന്ത്യയെ സ്നേഹിക്കുന്ന ലോക ജനതയുടെ ഹൃദയത്തിലുണ്ട്. അത് മാറ്റുരയ്ക്കട്ടെ. അത് മാറ്റുരയ്ക്കുന്നതിന് നമുക്ക് വോട്ടെണ്ണുന്നവരെ കാത്തിരിക്കാം. പിന്നെ ലാൽ ചോദിച്ചത്, ലാലെ ശബരിമല വിഷയം മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത്. ഞാൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന BJP മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ വർഷത്തെ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളാണ്, വരാൻ പോകുന്ന 5 വർഷത്തെ സ്വപ്നങ്ങളാണ്. ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ പ്രവർത്തനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ നോട്ട് നിരോധനം, GST, അതുപോലൊപ്പം തന്നെ പ്രഖ്യാപിച്ച പദ്ധതികൾ, പ്രതിരോധ മേഖലയിലെ മുന്നേറ്റം, ഇതൊക്കെ തന്നെ ഉപഗ്രഹ വേധ മിസൈലുകൾ പ്രയോഗിച്ച പരീക്ഷണം, ഇതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയാകും. അതോടൊപ്പം തന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ വ്യക്തിയെയും സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിപരമായി സ്വാധീനിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ചയാകും. ചില സ്ഥലങ്ങളിൽ കുടിവെള്ള പ്രശ്നമാകാം, ചില സ്ഥലങ്ങളിൽ റോഡിൻ്റെ പ്രശ്നമാകാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്നുള്ളത് കേരള ജനതയുടെ ഒരു വികാരമായതുകൊണ്ട് ദേശീയ പ്രശ്നങ്ങൾക്കൊപ്പം ശബരിമലയും ചർച്ചയാകും. ഇപ്പം കാട്ടാക്കട ഇരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. കാട്ടാക്കട പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാവാൻ പോകുന്നത് തൊട്ടടുത്ത അമ്പലത്തിൽ ദീപാരാധനയുടെ നാമോച്ചാരണം കേട്ടപ്പോഴേക്കും മുഖ്യമന്ത്രി വന്നിട്ട് ഒരു MLA കൊണ്ട് ഫ്യൂസ് ഊരിച്ചതാണ്. കാട്ടാക്കടത്തെ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ പോകുന്നത്, അവർ വോട്ട് ചെയ്യാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ പക്ഷേ ഇത്തരത്തിൽ ഒരു അമ്പലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഫ്യൂസ് ഊരിയതാണ് വികാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലത് എന്ന് പറഞ്ഞ് അതിലേക്കാണല്ലോ നിങ്ങൾ ശ്രദ്ധ വലിക്കുന്നത്. GSTയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ നോട്ട് നിരോധിച്ച് നിങ്ങൾ നടപ്പിലാക്കിയ വലിയ മുന്നേറ്റത്തിന്റെ കാര്യത്തിലോ നിങ്ങൾ തെരഞ്ഞെടുപ്പിലെ ഒരു ചട്ടലംഘനവും നേരിടുന്നില്ലല്ലോ. ആ കാര്യത്തിൽ ഒരു പടി മുന്നോട്ട് നിന്നുകൊണ്ട് കമ്മീഷൻ പറയുന്നതിനപ്പുറം ചെലവാക്കിക്കൊണ്ട് ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതിന്റെ പേരിൽ ഒരു ചട്ടലംഘനവും നിങ്ങളുടെ പേരിലില്ലല്ലോ. ലാൽ, കഴിഞ്ഞ 2 മണിക്കൂറായി ഞാൻ കാട്ടാക്കടയുണ്ട്, കാട്ടാക്കട ജനങ്ങളുടെ ഇടയിലുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പൾസാണ് ഞാൻ പറഞ്ഞത്. വരാൻ പോകുന്ന 4-5 ദിവസം കാട്ടാക്കട ജനങ്ങളുടെ പൾസിൽ അവരുടെ ഒരു 500 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലെ ദീപാരാധന നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി വന്ന് MLA കൊണ്ട് ഫ്യൂസ് ഊരിക്കുന്നു പറഞ്ഞാൽ അവർക്ക് അങ്ങേറ്റം വേരുണ്ടാക്കുന്നു. അവർ വോട്ട് ചെയ്യാൻ പോകുന്നത് ആ ധാർഷ്ട്യത്തിനെതിരെയായിരിക്കും. രാജേഷ്, ഈ തരത്തിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു അമ്പലത്തിലെ ഫ്യൂസ് ഊരാൻ പിണറായി വിജയൻ വന്ന് അവിടുത്തെ MLA പറഞ്ഞു ഊരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ BJPയുടെ ഒരു മുഖ്യമന്ത്രിയും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ പോലും ആരും ചെയ്യില്ല ഒരു ഇത്തരത്തിലുള്ള ചെറിയ ചീപ്പ് പരിപാടികൾ. ഇതുകൊണ്ടാണ് പിണറായി വിജയൻ പറയുന്നത് കള്ളം പ്രചരിപ്പിക്കുന്നത്. ആ വിഷ്വൽസ് നമ്മൾ കണ്ടല്ലേ. ഹരിഹര സൂര്യനെ അയ്യപ്പ എന്നുള്ള ഒരു നാമജപം കേട്ടപ്പോൾ മുഖ്യമന്ത്രി അസ്വസ്ഥനാകുന്നു. അവിടെ എന്താ കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നോക്കുന്നു. അദ്ദേഹം നോക്കിയപ്പോഴേക്കും ഒരു മുൻ MLA ഒരു MLAയും കൂടി ഓടിച്ചെന്നിട്ട് ഫ്യൂസ് ഊരുന്നു. ആ ഫ്യൂസ് ഊരുന്ന ദൃശ്യം മനോരമ ചാനൽ ഒരു തവണ പ്രസിദ്ധീകരിച്ചു. പിന്നീട് ഗവൺമെന്റ് ഇടപെട്ടത് മാറ്റിവെച്ചു. 24/7 ചാനൽ പോയപ്പോഴേക്കും മാധ്യമങ്ങളിൽ ചർച്ച പോലും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അതല്ലല്ലോ ജനങ്ങളോട് പറയേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഭരണത്തിലേക്ക് വന്ന് നിങ്ങൾ അധികാരത്തിലേക്ക് വന്ന് ഈ കാര്യത്തിൽ ഇടപെടും. പക്ഷേ അധികാരത്തിലേക്ക് വരണമെങ്കിൽ ജനങ്ങളോട് നിങ്ങൾ എന്താണ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്തത് എന്ന് പറയണമല്ലോ. GSTയും നോട്ട് നിരോധനവും ഒക്കെയാണ് അടിസ്ഥാനപരമായി ഇടപെട്ടത്. ആ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ചട്ടവും ലംഘിച്ചുകൊണ്ടും നിങ്ങൾ ഒരു പടി കൂടി മുന്നോട്ട് വന്നുകൊണ്ടും നോട്ട് നിരോധനവും GSTയും ഒക്കെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരു കാര്യം ചെയ്തോ, ഈ ചർച്ചയിൽ ബാക്കിയുള്ള സമയം നോട്ട് നിരോധനവും GST ചർച്ച ചെയ്യാൻ തയ്യാറാകുക. അതിന്റെ എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ തയ്യാറാണ്. നോട്ട് നിരോധനം കൊണ്ട് ഈ രാജ്യത്തിലെ സാധാരണക്കാർക്ക് ഒരു ഭൂമി വാങ്ങാൻ സാധിക്കില്ലായിരുന്നു. ഇന്ന് ആ ഭൂമി വാങ്ങാൻ സാധാരണക്കാർക്ക് സാധിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ കള്ളനോട്ടും കള്ളപ്പണവും രണ്ടാണ്. ഈ രണ്ടും അട്ടിയിട്ട് അടുക്കി വെച്ചിരുന്നവർ ദരിദ്ര നാരായണന്മാരായി മാറി. സാധാരണക്കാരായ ജനങ്ങളെ നോട്ട് നിരോധനം ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. അല്ലേ? ശരി. അപ്പോ ശ്രീ ജയ്ക്ക് ഈ കാര്യത്തിൽ BV രാജേഷ് പറയുന്നത് നമ്മുടെ ചർച്ചയിൽ ഒരു അരമണിക്കൂർ കൂടി ബാക്കിയെടുത്ത് അത് നമുക്ക് GSTയെ കുറിച്ചും നോട്ട് നിരോധനത്തിനെ കുറിച്ചും പറയാം. അവരുടെ സമയവും പണവും പ്രചരണത്തിന് വേണ്ടി ചെലവാക്കുന്ന സമയവും അത്തരം കാര്യങ്ങൾ പറയാനുള്ളതല്ല എന്നാണ് ശ്രീ ജയ്ക്ക്. ശ്രീ രാജേഷ് ഉന്നയിച്ച വാദങ്ങളൊക്കെ കേൾക്കുന്ന മാത്രയിൽ എല്ലാവരിലും ഒരു പരിഹാസ രൂപേണ ഒരു ചെറിയ സൃഷ്ടിക്കുന്നതാണ്. ഞാൻ എല്ലാത്തിന്റെയും വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകത്തില്ല. പക്ഷെ ഇവർ ഒറ്റ കാര്യം, ഇദ്ദേഹം ഇപ്പൊ കാട്ടാക്കടയിലായിട്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടുത്തെ കാര്യം പറയാമെന്നാണ് പറയുന്നത്. നമ്മൾ ഇരിക്കുന്ന പ്രദേശത്തു നിന്ന് അപ്പുറമായിട്ട് ഒരു 100,000 ഉദാഹരണങ്ങൾ, നിങ്ങൾ ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തെ ആക്രമിച്ചതും അവരെ അവഗണിച്ചതുമായിട്ടുള്ള 100,000 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലേ? ഡോക്ടർ ലാൻ, നമുക്ക് തന്നെ അറിയാമല്ലോ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പൂർവ്വകാല നവോത്ഥാന സമരങ്ങളുടെ തുടർച്ചയിൽ എന്നതുപോലെ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഒരു കാര്യം ചെയ്തു. എന്തായിരുന്നു? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അലിഖിതമായ മുഴുവൻ ദുരാചാരങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട്
അബ്രാഹ്മണരായ 36 ഹിന്ദുമത സമുദായ അംഗങ്ങളെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ പൂജാരിമാരായി നിയമിച്ചു. അതിൽ ആദ്യ നിയമനം ലഭിച്ച ആൾ ഞാനും നിങ്ങൾ സ്മരിക്കുന്നുണ്ട്. ഇത് 26 വയസ്സുകാരനായ പുലയ സമുദായ അംഗമായ യദു കൃഷ്ണൻ. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിൽ മുത്തൂർ ശിവക്ഷേത്രത്തിലാണ് യദു കൃഷ്ണന് ആദ്യമായി നിയമനം ലഭിച്ചത്. ആരാണ് അവിടെ സമരം നടത്തിയത്? ഈ രാജേഷിന്റെ പാർട്ടി തിരുവല്ല നിയോജക മണ്ഡലത്തിൽ 3 വർഷക്കാലം മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച യോഗക്ഷേമ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാട് ആ ക്ഷേത്രത്തിന് മുമ്പിൽ സമരം നടത്തി. എന്തായിരുന്നു സമരത്തിന്റെ മുദ്രാവാക്യം? ബ്രാഹ്മണനെ മാത്രമേ ശ്രീകോവിലിൽ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ. അബ്രാഹ്മണനെ ശ്രീകോവിലിൽ പ്രവേശിച്ച പിണറായി വിജയൻ സർക്കാരിന്റെ നടപടി തെറ്റ്. ഉണ്ണാവൃത സമരമിരുന്നു. അപ്പോ അതിനെതിരെ വികാരം ഉണ്ടാവത്തില്ലേ? നിങ്ങൾക്കെതിരെ ഈ കേരളത്തിലെ മുഴുവൻ അബ്രാഹ്മണരായ ഹിന്ദുമത സമുദായ അംഗങ്ങളും അവരെ ശ്രീകോവിലേക്ക് കൈപിടിച്ച് കയറ്റിയ സർക്കാർ നടപടിക്കെതിരെ സമരം ചെയ്ത നിങ്ങൾക്കെതിരെയാണ് ഈ കേരളം വിധിയെഴുതാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ശബരിമലയിൽ കാണിക്കയിടാൻ പാടില്ല എന്ന് പറഞ്ഞ് രാജ്യമെമ്പാടും പ്രചരിപ്പിച്ചവരല്ലേ? 90 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായപ്പോ ആ വരുമാന നഷ്ടം നികത്തിക്കൊടുത്ത് ശബരിമലയ്ക്ക് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാക്കേജ് നടപ്പിലാക്കിയ സർക്കാർ ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാ. ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച RSSനെതിരെയാണ് ഈ കേരളം വിധി എഴുതാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ സമീപകാല കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മഹാനായ ശ്രീനാരായണ ഗുരുസ്വാമികൾക്ക് ജന്മമേകിയ സ്ഥലത്തെ ക്ഷേത്രം ഉൾപ്പെടെ, അതേപോലെ ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെ ഈ ക്ഷേത്രങ്ങൾക്കായി തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ബഡ്ജറ്റ് വിഹിതവും പ്രവർത്തനങ്ങളും നീക്കിവെച്ച സർക്കാർ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ്. അതിനെ തുരങ്കം വെക്കാൻ ശ്രമിച്ച RSSനെതിരെയാണ് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായ അംഗങ്ങൾ, മതനിരപേക്ഷ ചേരിയിൽ വിശ്വാസം അർപ്പിക്കുന്നവർ വിധി എഴുതാൻ വേണ്ടി പോകുന്നത്. പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് വന്നാൽ ഇദ്ദേഹം ഇവിടെ GSTയുടെയും അല്ലെങ്കിൽ നോട്ട് നിരോധനത്തിന്റെയും നന്മകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറഞ്ഞു. ആ നന്മകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറയുന്ന സമയത്ത് രാജ്യത്ത് പറയുന്നത് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നതല്ലാതെ അതിന്റെ എന്തെങ്കിലും ഒരംശം നോട്ട് നിരോധനത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് നിങ്ങൾക്ക് ഒരു പോസ്റ്റർ അടിച്ച് നോട്ടീസ് വെക്കാൻ കഴിഞ്ഞോ? ഇവർ നാട്ടിലെമ്പാടും പോസ്റ്റർ വെക്കുന്നത് മണ്ഡലകാലം മറക്കില്ല, മണ്ഡലമേലായാലും എന്നുള്ളതാണ്. നിങ്ങൾ രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളും പോസ്റ്റർ എഴുതി വെക്കണ്ടേ? നോട്ട് നിരോധന കാലം മറക്കില്ല. രാജ്യത്തിന്റെ ഏത് മണ്ഡലമായാലും BJP തയ്യാറുണ്ടോ? ഇല്ലല്ലോ. ഇതേപോലെ അതിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ ഒരു പോസ്റ്ററോ ഒരു നോട്ടീസോ ഒരു പ്രചരണമോ BJPയുടേതായി കണ്ടിട്ടില്ലല്ലോ. GST നടപ്പിലാക്കിയതിന്റെ പേരിൽ രാജ്യത്തെ ഏതെങ്കിലും ഒരു ചെറുകിട വ്യാപാരിയുടെ കടയിൽ പോയി വോട്ട് ചോദിക്കാൻ ഇവർ തയ്യാറായിട്ടുണ്ടോ? ഒരു ലീഫ്ലെറ്റ് കൊടുക്കാൻ ഇവർ തയ്യാറായിട്ടുണ്ടോ? അതിനൊന്നും RSSും BJPയും തയ്യാറായിട്ടില്ല. ഇവർ വോട്ട് ചോദിക്കുന്നത് ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കലും കള്ളപ്രചരണവും യുദ്ധോത്സുകതയും അഗ്രേസിയതയും പറഞ്ഞ് മാത്രം ജനങ്ങളെ ഛിന്ന ഭിന്നമാക്കി ശിഥിലീകരിച്ചുകൊണ്ട് തങ്ങളുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ എല്ലാ കാര്യങ്ങളും. അപ്പോ ഇന്ത്യ 5 വർഷം ഭരിച്ച ഒരു സർക്കാർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോ ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മാത്രമായ കേരളത്തിലെ ഒരു ആരാധനാലയത്തിന്റെ പ്രശ്നം ആണ് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, കമ്മീഷന്റെ ചട്ടത്തെയും ലംഘിച്ചാണ് അത് പറയാൻ പോകുന്നതെങ്കിൽ, ഇതാണ് കേരളത്തിലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള മറുപടിയും. ശ്രീ PM സുരേഷ് ബാബു, അപ്പോൾ നരേന്ദ്രമോദി GSTയെ കുറിച്ചും ഈ പറഞ്ഞ നോട്ട് നിരോധനത്തെക്കുറിച്ചുമൊക്കെ പ്രകടന പത്രികയിൽ പറയും. പക്ഷേ വലിയ ഊന്നൽ കൊടുക്കുക ശബരിമലയെക്കുറിച്ചാണ്. കേരളത്തിൽ വരുമ്പോൾ ഒരു രീതിയിൽ, പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ വേറെ രീതിയിൽ. ശ്രീധരൻ പിള്ളയെ പോലുള്ളവർ ഇന്ന് വലിയ നടപടിക്ക് വിധേയനാകുന്നത് അദ്ദേഹം ഒരു പ്രത്യേക വിഭാഗത്തെ അധിക്ഷേപിച്ച് സംസാരിച്ചതിന്റെ പേരിൽ. ഇതുപോലെ ഈ ചട്ടലംഘനങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് മാത്രം, ഒന്നുകിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ താല്പര്യം മാത്രം സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് എതിരെ എന്നുള്ള രീതിയിലേക്കാണ് കാണുന്നത്. അതിനെതിരെ മൃദു സമീപനം കൈക്കൊണ്ടാൽ അത് കോൺഗ്രസിനും ചീത്തപ്പേരാകില്ലേ? കോൺഗ്രസിനെ വിശ്വസിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഏത് രീതിയിലാകും അതിനെക്കുറിച്ച് ഒരു സന്ദേശം കിട്ടുക? അല്ല, ഇത് CPMന്റെ ഇത്തരം നിലപാടുകൾ കോൺഗ്രസ് ഒരു പ്രത്യേകമായ BJPയുടെ B ടീമാക്കി ചിത്രീകരിക്കുക എന്നുള്ളത് എങ്ങെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തേണ്ടതല്ലേ? CPMനെ പെട്ടെന്ന് കഴിയും തോന്നുന്നില്ല. കാരണം അവരുടെ കേന്ദ്ര കമ്മിറ്റിയൊക്കെ എടുത്ത തീരുമാനമാണ് കോൺഗ്രസിനെ ആദ്യം ഇല്ലാതാക്കുക, BJP നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിലനിന്നോട്ടെ എന്നൊരു സമീപനം എടുക്കുന്നത്. അതിൻ്റെ അകത്തുള്ള കേരളത്തിലെ രാഷ്ട്രീയം മനസ്സിലാക്കാനുള്ള വിവേകമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ആ ഒരു ശ്രമമുണ്ട്. പക്ഷെ അത് രാജ്യത്തുണ്ടാക്കുന്ന ഏറ്റവും ദോഷകരമായ സമീപനം എന്താണ് എന്തുകൊണ്ടാണ് CPMന് അത് മനസ്സിലാക്കാൻ കഴിയാത്ത പോകുന്നത് എന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കേവലം കേരളത്തിലെ 20 പാർലമെന്റ് സീറ്റിനകത്തുള്ള ഒരു തർക്കവിതർക്കങ്ങൾ രാജ്യത്തെ മുഴുവൻ കൊണ്ടുപോയി എത്തിക്കുന്നത് എവിടത്തേക്കായിരിക്കും എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ എന്തുകൊണ്ട് CPM തയ്യാറാകുന്നില്ല?
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു കാര്യം പ്രഖ്യാപിത നയമാണ്. CPM എങ്ങനെ ധരിച്ചാലും എങ്ങനെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യത്തിലും ഞങ്ങളൊരു മതനിരപേക്ഷ പ്രസ്ഥാനമാണ്. പക്ഷേ ഇത്തരത്തിലൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി സംസാരിക്കുന്നവർ RSSന്റെ രീതിയിലാണ് ആ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ശബരിമല സംരക്ഷണ സമിതി അല്ലെങ്കിൽ BJP ഇതൊക്കെ RSSന്റെ നിയന്ത്രണത്തിലാണ് എന്നാണ് CPM പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ RSSന്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ CPMനെ ഈ രീതിയിൽ പറയുന്നത് ശ്രീ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ശരിയാണോ? കാരണം രാഹുൽ ഗാന്ധി പോലും RSSനെയും CPMനെയും കുറിച്ച് പറഞ്ഞത് എന്താണെന്നുള്ളത് ഇപ്പോ റെക്കോർഡഡ് ആണല്ലോ, താങ്കൾക്ക് മുന്നിൽ ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ CPMനെ അധിക്ഷേപിക്കുകയും RSSനോട് ഇത്തരത്തിൽ ചട്ടലംഘനങ്ങൾ നടത്തുമ്പോൾ കോൺഗ്രസ് എടുക്കേണ്ട സമീപനത്തിന്റെ ചോദ്യം വരുമ്പോൾ CPMനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് ശരിയാണോ? CPMനെ ഞങ്ങളിങ്ങനെ പിന്നെ സപ്പോർട്ട് ചെയ്ത് കൊള്ളണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാനേ പാടില്ല. എന്റെ ആഗ്രഹമല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിച്ചത്. രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രചോദനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും സൂത്രധാരന്മാരെന്ന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള പരിശ്രമമൊന്നും നടത്തരുത്. CPM കേരളത്തിന്റെ രാഷ്ട്രീയത്തിനകത്ത് LDFും UDFും എന്നുള്ള അതിശക്തമായ ചേരിതിരിവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുകയും ചെയ്യുന്നതാണ്. BJPയുടെ NDA അതിനകത്തൊരു മൂന്നാം ഘടകമാണ്. അത് ഇപ്പോൾ മൂന്നാം ഘടകം എന്ന നിലക്ക് മാത്രമേ അതിനെ കണക്കാക്കാൻ കഴിയുള്ളൂ. ഞങ്ങളെ ഇന്ന് വരെ ഒരു നല്ല വാക്ക് പറയാൻ UDFിന്റെ കാര്യത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇന്ന് വരെ ഒരു നല്ല വാക്ക് പറയാൻ 5 മിനിറ്റ് സംസാരിച്ചാൽ അതിൽ 1 മിനിറ്റ് BJPക്കെതിരെയും 4 മിനിറ്റ് UDFിനും കോൺഗ്രസിനുമെതിരെയും സംസാരിക്കുന്ന സമീപനത്തിൽ നിന്ന് CPM മാറണം. CPMന് മുഖ്യ ശത്രു ഏതെന്ന് ഈ തെരഞ്ഞെടുപ്പ് വേളയിലെങ്കിലും മുഖ്യ ശത്രു ഏതെന്ന് നിശ്ചയിക്കാനുള്ള വിവേകം CPMനുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന CPMും കോൺഗ്രസും എല്ലാം ആഗ്രഹിക്കുന്ന ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ BJP വളരും. ശരി, അപ്പോ ചില സമുദായക്കാരെ കുറിച്ച് മാത്രം അമിത്ഷായുടെ ഭാഗത്തു നിന്ന് വന്ന പരാമർശങ്ങൾ ശ്രീ VV രാജേഷ്, അതുപോലെ ഈ പറഞ്ഞ ചട്ടലംഘനങ്ങളൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ രക്ഷിക്കാൻ എന്ന് മാത്രം രീതിയിൽ വരുന്നത്, ഇതൊക്കെ കേരളം ഇതൊക്കെ ദഹിക്കത്തക്ക രീതിയിൽ കേരളത്തിലേക്ക് ഇതൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ കേരളം ആ രീതിയിലേക്ക് മാറി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത് അവസാനത്തെ ബസ്സാണ്, ഇപ്പോഴാണ് ഈ സുവർണാവസരം തേടാനുള്ള എല്ലാ അവസരവും ഉള്ളത്, ഇനിയൊരു അവസരം കൂടി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ആളുകളൊക്കെ പോയി വീടുകളിലൊക്കെ പോയി വോട്ട് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അവസരം എന്ന് പറയുന്നത് ഈ വികാരത്തിന്റെ പുറത്താണെങ്കിലും ചട്ടങ്ങൾ ലംഘിച്ചായാലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ എണ്ണം നോക്കിയാലും നേടിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ ശ്രീ രാജേഷ്? അങ്ങനെയുള്ള ചിന്താഗതി വെച്ചൊരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഇവിടെ ഉരുത്തിരിഞ്ഞു വന്ന ആനുകാലിക പ്രസക്തമായ വിഷയങ്ങളിൽ ഞങ്ങൾ ഒരു ജീവിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ജീവനുള്ള പാർട്ടി എന്നുള്ള നിലയ്ക്ക്, പ്രവർത്തിക്കുന്ന പാർട്ടി എന്നുള്ള ഞങ്ങൾ ഇടപെട്ടു അഭിപ്രായം പറഞ്ഞു. ലാലിൻ്റെ ചോദ്യത്തിൽ എനിക്ക് കുറച്ചുകൂടി ഉത്തരം പറയാനുണ്ട്. ഞാൻ ഡയറക്റ്റ് വരാം. ഇവിടെ CPMന്റെ പ്രതിനിധിയായിട്ട് പങ്കെടുത്ത അദ്ദേഹം പറഞ്ഞു, രാജേഷിൻ്റെ ഉത്തരങ്ങളൊക്കെ കേട്ടിട്ട് ആൾക്കാർ രാജേഷിനെ പരിഹസിക്കുകയാണ്, പരിഹാസപാത്രമായിരിക്കുകയാണെന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാം. പക്ഷേ ഇത് കാണാമല്ലോ, ക്യാമറയിലൂടെ പ്രേക്ഷകർക്കെല്ലാം കാണാമല്ലോ. ഈ CPMന്റെ പ്രതിനിധി കാണാം, ലാലിനും കാണാം. എൻ്റെ സുഹൃത്തെ, ഇത് കണ്ടാണ് പരിഹസിക്കുന്നത്. അരിവാൾ ചുറ്റിക രാഹുൽ ഗാന്ധി, ഈ ചിഹ്നത്തിന്റെ പേരെന്താണ്? ഇത് കോയമ്പത്തൂരിൽ CPMന്റെ റാലിയിൽ അച്ചടിച്ചിറക്കി വിതരണം ചെയ്ത ബാഡ്ജാണ്. ഇനി എൻ്റെ കയ്യിൽ മറ്റൊന്ന് രണ്ട് പടങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, മധുരയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ രാഹുൽ ഗാന്ധി ആശ്ലേഷിക്കുന്ന ചിത്രം, അദ്ദേഹം കൈപ്പത്തിയുടെ ബാഡ്ജ് വെച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം. ഒരു വാഹനത്തിൽ കൈപ്പത്തിയുടെയും അരിവാളിന്റെയും കൊടിയും വെച്ച് കെട്ടിയിട്ട് തമിഴ്നാട്ടിലേക്ക് പ്രകടനത്തിന് പോകുന്ന ചിത്രം. ഇതൊക്കെ കൂടെ ഞാൻ കാണിച്ചിട്ട് അങ്ങയുടെ ഉള്ള ഊർജ്ജം കൂടി കളയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് ഇത് കണ്ടിട്ട് കേരളത്തിൽ നിങ്ങൾ പരസ്പരം മത്സരിക്കുമ്പോഴാണ് പരിഹാസപാത്രമായി മാറുന്നത്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞ അക്കാര്യത്തിലുള്ള എൻ്റെ മറുപടി ഞാൻ അവിടെ നിർത്തി. അബ്രാഹ്മണ പൂജാരിമാരുടെ കാര്യം, കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്ര സംരക്ഷണ സമിതി, വിശ്വഹിന്ദു പരിഷത്തുമൊക്കെയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എല്ലാ സമുദായത്തിൽപ്പെട്ടവരും താന്ത്രിക വിദ്യ പഠിച്ചാൽ അമ്പലത്തിനകത്ത് പൂജാരിമാരാക്കണമെന്ന് പറയുകയും ഞാനൊരു 100 പേരെ, ഒരുപക്ഷെ കേരളത്തിൽ ഞങ്ങൾ ഭരണം ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് ദേവസ്വം ബോർഡിൽ നിയമിക്കാൻ സാധിച്ചിട്ടില്ല, ഒരു 100 പേരുടെ പേരിൽ ലിസ്റ്റ് ഞാൻ അയച്ചു തരാം. ബ്രാഹ്മണരല്ലാത്ത താന്ത്രിക വിദ്യ പഠിച്ച് ക്ഷേത്രങ്ങൾ പൂജിക്കുന്ന ആൾക്കാരെ. ആ ചരിത്രം കൂടി ഒന്ന് പഠിച്ചിട്ട് ഞാൻ പറയട്ടെ, അദ്ദേഹത്തോട് ചോദിക്കണം. അത് അദ്ദേഹത്തോട് ചോദിക്കണം.
അത് അദ്ദേഹത്തോട് ചോദിക്കണം. അതിന് മറുപടി പറയാൻ ഞാൻ ആളല്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയുമില്ല. കിരമണി നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ലേ? നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ലേ? ആയിക്കോട്ടെ, അദ്ദേഹത്തെ നമ്പർ എടുത്തിട്ട് ഈ ചർച്ചയിൽ കണക്ട് ചെയ്തു. എന്തുകൊണ്ടാ ഏത് സാഹചര്യത്തിലാ ചെയ്തെന്ന് ചോദിക്കുക, അദ്ദേഹം മറുപടി പറയട്ടെ. അത് എനിക്കറിയാവുന്ന വിഷയമല്ല, എന്റെ ശ്രദ്ധപ്പെട്ടിട്ടുള്ള വിഷയം, എനിക്ക് അറിവില്ല അതിൽ പറയാനായിട്ട്. ഇനി അല്ല, എനിക്കറിവില്ല, ഐ ഡോണ്ട് നോ. ഞാൻ എന്റെ ഓർഗനൈസേഷന്റെ നിലപാടുകളെ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇത് ഈ CPM പ്രതി പറഞ്ഞ അമ്പലം എവിടെയാണെന്നോ എന്ത് സമരമാണെന്നോ എനിക്ക് അറിയില്ലാത്ത കാര്യത്തിൽ ഞാൻ എങ്ങനെ ഗണിച്ചു പറയാം. മുന്നണിയിൽ കൂടെ വന്ന ആളുകളെ കുറിച്ചൊന്നും നിങ്ങൾ പരിശോധിച്ചിട്ടില്ല, അവരെ കുറിച്ചൊന്നും അറിയില്ല, അവരെ കുറിച്ച് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അത് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുമല്ല. അത് രണ്ട് പാർട്ടികളുടെ നിലപാടാണ്. മുന്നണിയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ കാര്യം ചോദിച്ചാൽ ഞാൻ പറയാം. ഇനി ലാലിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇനി മണ്ഡലം ഏതായാലും മണ്ഡലകാലം മറക്കരുത് എന്നുള്ള മുദ്രാവാക്യം കാണുമ്പോൾ CPM എന്താ ഹാലിളകുന്നത്? ആ മുദ്രാവാക്യം ഒട്ടിക്കും, ആ മുദ്രാവാക്യം ബാനർ വയ്ക്കും, ആ മുദ്രാവാക്യം ഹോർഡിങ്സിൽ വയ്ക്കും. അങ്ങനെ ഒരു ചബോധം ഇറങ്ങാൽ അങ്ങനെ ഒരു മുദ്രാവാക്യം പ്രയോഗിക്കാനുള്ള അവകാശവും അധികാരവും ജനങ്ങൾക്കുണ്ട്. അതവർ ചെയ്യും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഹാലിളകിയിട്ട് കാര്യമില്ല. ഇനി നമ്മുടെ ആ മുദ്രാവാക്യം കൊണ്ടുവന്നത് ശബരിമല കർമ്മസമിതിയാണ്. ആ കാര്യത്തിൽ BJP നേതാവ് BDJSന്റെ കാര്യം പോലും പറയാൻ കഴിയാത്ത BJP നേതാവ് ശബരിമല കർമ്മസമിതിയെ എന്തിനാണ് ഏറ്റെടുക്കുന്നത്? BDJSന്റെ കാര്യം BDJSന്റെ നേതാക്കന്മാർ പറയും. അപ്പൊ ശബരിമല കർമ്മസമിതിയുടെ ബോർഡ് അവരിളക്കി മാറ്റിയാൽ അവരല്ലേ മറുപടി പറയേണ്ടത്? ആ കാര്യത്തിൽ താങ്കൾ വികാരം കൊള്ളുന്നത് എന്തുകൊണ്ടാണ്? ഈ വികാരം എനിക്കുള്ളതുകൊണ്ട് ഈ ഇടക്കാലത്ത് എന്റെ ഹൃദയത്തിൽ ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് സ്വാധീനിച്ച മുദ്രാവാക്യം മണ്ഡലമേതായാലും മണ്ഡലകാലം മറക്കരുത്. ഇതാണ് എന്നെ ഏറ്റവും സ്വാധീനിച്ച മുദ്രാവാക്യം. അത് ഞാനിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. കൈരളി ചാനൽ അരമണിക്കൂർ ചർച്ചയിൽ സമയം എനിക്ക് തന്നാൽ ഞാൻ ഈ അരമണിക്കൂറും മണ്ഡലം ഏതായാലും സഖാക്കന്മാരാരും തന്നെ മണ്ഡലകാലം മറക്കരുത്. നിങ്ങളുടെ വീട്ടിലുള്ള അമ്മമാരൊക്കെ ശബരിമല കർമ്മസമിതിയുടെ ഒരു നേതാവ് ശ്രമിച്ചു. ഞാൻ മനസ്സ് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കും. കേരളവർമ്മ രാജ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പീപ്പിളിന് ഒരു പ്രത്യേക അഭിമുഖം തന്നിട്ടുണ്ട്. അതിൽ തന്നെ BJP ദുരുപയോഗം ചെയ്തു ശബരിമല സമരം എന്നാണ് മകം തിരുനാൾ കേരളവർമ്മ രാജ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ശബരിമല കർമ്മസമിതിയുമായി ബന്ധപ്പെട്ടവർ നിങ്ങളോടൊപ്പം ഇല്ല. ഒരുപക്ഷെ അവർ മണ്ഡലം ഏതായാലും മണ്ഡലകാലം മറക്കരുത് എന്ന് പറയുന്നത് ആ മണ്ഡലകാലത്ത് നടന്ന അക്രമങ്ങളെ കുറിച്ച് പറഞ്ഞതാകാം. ഈ മകം തിരുനാൾ കേരളവർമ്മ രാജയെ കുറിച്ച് പോലെയുള്ളവർ അങ്ങനെയാണ് കരുതുന്നത്. ബഹുമാനപ്പെട്ട കേരളവർമ്മ രാജ അദ്ദേഹം ഏതോ ഇന്റർവ്യൂ തരുന്നു എന്ന് പറയുന്നു. ഞാനത് കണ്ടില്ല, എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. ഇനി ആർക്കും ഏത് രീതിയിലും ചിന്തിക്കുവാനും വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ മണ്ഡലം ഏതായാലും മണ്ഡലകാലം മറക്കരുത് എന്ന് കേൾക്കുമ്പോഴേക്ക് മനസ്സിലാക്കുന്നത് സുപ്രീം കോടതി വിധിയെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ചില ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സംഘവും ഒരു സമൂഹത്തിന്റെ ആചാരങ്ങളെ അടിച്ചമർത്താൻ നോക്കിയ ആ വേദനയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ആ വേദനയാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആ വേദനയിൽ നിന്ന് ജനങ്ങൾ വന്നിട്ട് അതിനെതിരെ പ്രതികരിക്കണമെന്നാണ് ഞാൻ മണ്ഡലകാലത്തുണ്ടായ വികാരം, വേദന, ഒരു വിഭാഗത്തിനുണ്ടായ വേദന തന്നെയാണ് വലിയ വേദന. GSTയുടെയും നോട്ട് നിരോധനത്തിന്റെയും പേരിൽ രാജ്യത്തുണ്ടായ ജനങ്ങളുടെ വേദനയേക്കാൾ വലിയ വേദന അതാണെന്നാണ് VV രാജേഷ് പറയുന്നത്. അത് ചർച്ച ചെയ്യും. ശരി, നോട്ട് നിരോധനം ചർച്ച ചെയ്യാം. ഞാൻ നോട്ട് നിരോധനത്തെ കുറിച്ച് പറയാൻ, GSTയെ കുറിച്ച് പറയാൻ നമുക്കത് ചർച്ച ചെയ്യാം. ജയിക്കിനോടാണ് ചോദ്യം. പ്രതിരോധത്തിലാകുന്ന ഏത് കാര്യം ചോദിക്കുമ്പോഴും രാജേഷ് പറയുന്നത് അതെനിക്കറിയില്ല, അത് ബന്ധപ്പെട്ടവരോട് ചോദിക്കണം. ആകെ പിന്നെയും അദ്ദേഹം ആവർത്തിച്ച് ഊട്ടി ഉറപ്പിച്ച് പറയുന്നത് എനിക്ക് അരമണിക്കൂർ ഞാൻ മണ്ഡലകാലത്തെ കുറിച്ച് പറയാം, ഞാൻ മണ്ഡലത്തെ കുറിച്ച് പറയാം എന്നുള്ളതാണ്. മണ്ഡലകാലത്തെ കുറിച്ച് തന്നെ ഞാൻ ആർജവത്തോടു കൂടെ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോഴും GST നോട്ട് വരുന്നതെന്ന് പറയുമ്പോൾ 5 മിനിറ്റ് തരൂ എന്ന് പറയുന്നതല്ലാതെ 5 മിനിറ്റിൽ അധികം എടുത്തിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ഒരക്ഷരം വിട്ടത്തില്ല. മണ്ഡലം ഏതായാലും മണ്ഡലകാലം മറക്കല്ലെന്ന് പറയുമ്പോൾ ഒരൊറ്റക്കാരൻ ചൂണ്ടിക്കാണിക്കാം. ലളിത എന്ന പേരുള്ള 52 വയസ്സുകാരിയായ വിശ്വാസിയായ അമ്മയെ തേങ്ങ കൊണ്ട് തലയ്ക്ക് എറിഞ്ഞ് ഉടച്ച് കൊല്ലാൻ ശ്രമിച്ച RSSന്റെ ഭീകരത മണ്ഡലകാലത്തേത് ഈ നാട്ടിലെ മതവിശ്വാസികൾ ഒരാളും മറക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷവും ആവശ്യപ്പെടുന്നത്. അതേപോലെ ബഹുനില മണ്ഡലങ്ങളിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് പോലെ 18ാം പടി കയറിയിറങ്ങി പിൻഭാഗ പ്രദർശനം നടത്തിയ രാജേഷിന്റെ പ്രസ്ഥാനത്തിന്റെ നേതാവ് വത്സൻ തില്ലങ്കേരിയുടെ ആചാര ലംഘനം, ആ മണ്ഡലകാലത്തെ ആചാരലംഘനം ഈ കേരളം മറക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത്. അതേപോലെ സ്ത്രീകളെ ആക്രമിച്ച് ശബരിമലയിലേക്ക് കാണിക്ക ഇടല്ല എന്ന് RSSും അതേപോലെ അവരുടെ ആയിരക്കണക്കിന് വിഷലിപ്തമായ തളങ്ങളും നടത്തിയ പ്രചരണം അത് ഏത് മണ്ഡലമായാലും ഈ കേരളത്തിലെ വിശ്വാസികൾ മറക്കാൻ പോകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് മണ്ഡലം ഏതായാലും മണ്ഡലകാലം മറക്കില്ല എന്നുള്ള നിങ്ങളുടെ മുദ്രാവാക്യത്തെ ഞങ്ങൾ നല്ല അന്തസത്തയോടുകൂടെ അഭിസംബോധന ചെയ്യും. ഞങ്ങളത് തെരഞ്ഞെടുപ്പ് വിഷയമാക്കും. ഇതേപോലെ ഞങ്ങൾ മറുപടി പറയുകയും ചെയ്യും. പിന്നെ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചു ഏത് RSSന്റെ ക്ഷേത്രങ്ങളിൽ മറ്റോ ഇത്തരത്തിൽ അബ്രാഹ്മണ സമുദായങ്ങളെ ശാന്തിമാരായി നിയമിച്ചിട്ടുണ്ട് എന്ന്. പുലയ സമുദായ അംഗമായ ഒരൊറ്റ ശാന്തിയുടെ പേര് ശ്രീ രാജേഷിന് പറയാൻ കഴിയുമോ?
അധസ്ഥിത അല്ലെങ്കിൽ ദലിത് വിഭാഗത്തിൽ ജനിച്ച എത്ര ശാന്തിമാരെ RSSന്റെ ക്ഷേത്രങ്ങളിൽ കയറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്. ഞാൻ പറയട്ടെ രാജേഷേ, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ആരും ഇടപെട്ടില്ലല്ലോ. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ആരും ഇടപെട്ടില്ലല്ലോ. ഒരു മര്യാദ വേണം. ഒരു ചർച്ചയെ അലമ്പാക്കാനാവരുത്. നിങ്ങൾ കാട്ടാക്കടയിലാണെങ്കിലും ഏത് തിരുവനന്തപുരത്താണെങ്കിലും വന്നിരിക്കേണ്ടത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നു, ഈ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ആരാ? നിങ്ങളുടെ BJPയുടെ പ്രവർത്തകർ. അന്ന് രാജേഷ് BJPയിൽ നിന്ന് സസ്പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കുവായിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ BJPയുടെ പ്രവർത്തകർ അല്ല രാജേഷ് പ്രകോപിതനാകാതെ ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചുകൊള്ളട്ടെ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സമയം തന്നതല്ലേ നിങ്ങൾക്ക്. രാജേഷിന് ഇത് പറയുമ്പോൾ നല്ല പ്രകോപിതരാകുമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ BJPയുടെ മുഴുവൻ ആളുകളും പൂർത്തിയാക്കട്ടെ. പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. രാജേഷ് ജയിക്ക് പൂർത്തിയാക്കട്ടെ. ഞാൻ സൂചിപ്പിച്ചത് ഒറ്റ കാര്യമുള്ളൂ. അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് മത്സരിക്കുമ്പോൾ ശ്രീ രാജേഷ് ഒരു മിനിറ്റ് ചർച്ചയിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം പറയുമ്പോൾ അതിന് മറുപടി പറയാൻ ഞാൻ സമയം തരുന്നുണ്ടല്ലോ. ശ്രീ ജയിക്ക് അവസാനിപ്പിക്കും. പറഞ്ഞോളൂ. ഞാൻ ഒരൊറ്റ കാര്യമേ ചോദിച്ചുള്ളൂ. എന്നാ അയാൾ പറ, രാജേഷ് പറ. ശ്രീ രാജേഷ് ജയിക്ക് പറയട്ടെ. അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് തിരുവല്ല നിയോജക മണ്ഡലത്തിൽ BJPയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോ BJPയുടെ പ്രവർത്തകർ ആരും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാതിരുന്നില്ല. ഇവരുടെ സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെ മുഴുവൻ ആളുകളും വന്നു. ഈ രാജേഷ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അയാളോട് ചോദിക്കണം, അയാൾ പറയട്ടെ. അപ്പോൾ BJPയുടെ മുഴുവൻ പ്രവർത്തകരുടെ പിന്തുണയോടുകൂടിയാണ് അയാൾ അവിടെ മത്സരിച്ചത്. ഈ പറയുന്ന കർമ്മസമിതിയുടെ സുപ്രധാന പദവിയിൽ അലങ്കരിച്ചിരുന്ന നേതാവാണ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്. ആ കർമ്മസമിതിയുടെ മുദ്രാവാക്യത്തെ ഏറ്റെടുക്കാം, പക്ഷെ ഭട്ടതിരിപ്പാടിനെ ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഭട്ടതിരിപ്പാട് നടത്തിയ സമരത്തെ നിശബ്ദമായി RSS പിന്തുണയ്ക്കാം, പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തെ അറിയില്ല. അങ്ങനെ തിരുവല്ല ക്ഷേത്രത്തെ കുറിച്ച് അറിയില്ല. തിരുവല്ല മുത്തൂരുള്ള ശിവക്ഷേത്രം വിശ്വപ്രസിദ്ധമായ ശിവക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തെ അറിയില്ല എന്ന് രാജേഷ് പറയുന്നത് യഥാർത്ഥത്തിൽ ആ നാട്ടിലെ മതവിശ്വാസികളോടും ആ ക്ഷേത്ര ആചാരങ്ങളോടും കൂടെയുള്ള അപമാനം കൂടെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇദ്ദേഹം ഒരൊറ്റ കാര്യം കൂടെ ഇദ്ദേഹം മറ്റൊരു കാര്യമായിട്ട് ആക്ഷേപാർഹമായിട്ട് ചൂണ്ടിക്കാണിച്ചു ഈ പറഞ്ഞ പോലെ മണ്ഡലകാലത്തെ കുറിച്ച്. ഇതിനെക്കുറിച്ചൊന്നും രാജേഷിന് വസ്തുതാപരമായ മറുപടി പറയാനില്ല. വീണ്ടും അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇതിനെക്കുറിച്ചാണ്. ഇനിയുള്ള സമയത്ത് നോട്ട് നിരോധനത്തെ കുറിച്ച് രാജേഷ് പറയട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം. GST എന്ന് നേട്ടമുണ്ടാക്കിയെന്ന് രാജേഷ് പറയട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം. യെസ്, 2 മിനിറ്റിൽ താഴെ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ അതിഥികളും ഒരു 40 സെക്കൻഡിൽ മാത്രം എടുത്ത് ഉത്തരം പറയണം ദയവായി. ശ്രീ VV രാജേഷ്, അപ്പോൾ വികാരം ഉയർത്തിപ്പിടിച്ച് എത്ര ലംഘനം നടത്തിയാലും മുന്നോട്ട് പോകും എന്നാണോ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം? ഞാൻ നേരത്തെ പറഞ്ഞില്ല, അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ഒരു വ്യക്തിയാണ്, മറ്റൊരു പ്രസ്ഥാനത്തുള്ള വ്യക്തിയാണ്. അദ്ദേഹം ചെയ്ത സമരങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് ഈ നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളെക്കുറിച്ചും എനിക്കറിയാൻ സാധിക്കുകയുമില്ല. കുറേ ക്ഷേത്രങ്ങൾ പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അറിയാം. ഇപ്പോൾ ഒരു ക്ഷേത്രം അറിയില്ല, ഒരു പള്ളി അറിയില്ല എന്ന് വെച്ചിട്ട് ഒരു നാട്ടിലെ ജനങ്ങളെ അപഹസിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അപക്വമായ രാഷ്ട്രീയ ശൈലിയാണ്. ഞാൻ അങ്ങനെയുള്ള രാഷ്ട്രീയങ്ങളോടൊന്നും ഏറ്റുമുട്ടാനുമില്ല. ഞാൻ കുറച്ചുകൂടെ പക്വതയുള്ളവരോടായിട്ടാണ്. ചെറിയ ക്ഷേത്രങ്ങളൊന്നുമല്ല, വലിയ ഉത്തരങ്ങളാണ് ഇതിന് വരേണ്ടത്. വലിയ പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമാണ്, കേരള ചരിത്രത്തിന്റെ ഭാഗമാണ്. സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ രാജേഷ്, എനിക്ക് അങ്ങനെയൊക്കെ വരാൻ സമയമില്ല. ദയവായി ക്ഷമിക്കുക. ശ്രീ PM സുരേഷ് ബാബു, താങ്കൾക്കുള്ള 40 സെക്കൻഡ്. അങ്ങടവിട്ടുള്ളൂ. ശ്രീ സുരേഷ് ബാബു, ചട്ടലംഘനം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കും നേരിടേണ്ടി വരുന്നുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ച K. സുധാകരന്റെ വീഡിയോയെ കുറിച്ച് പോലും ജില്ലാ കളക്ടറുടെ നിർദ്ദേശം വന്നല്ലോ. അപ്പോൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ചട്ടലംഘനത്തെ കുറിച്ച് ഒരു പൊതു പ്രസ്താവന പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അത്രേ സമയമുള്ളൂ. അല്ല, അത് ഞാൻ നോക്കി. ഞാൻ ഇന്നലെ കണ്ണൂരുണ്ടായിരുന്നു. അതിനകത്ത് യാതൊരുവിധ ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടില്ല. ചട്ടലംഘനത്തിനെ കുറിച്ചൊരു പരാതിയുണ്ട്. പരാതി നിയമപരമായി നിലനിൽക്കുന്നത് ഒരു പരാതിയല്ല എന്നുള്ളത് ഞങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. അത് നിയമപരമായി നേരിടാൻ സാധിക്കുന്ന ഒരു വിഷയം മാത്രമാണ്. ശരി, ശ്രീ ജയിക്ക്, ഏറ്റവും അവസാനമായി അപ്പോൾ CPM ശക്തമായി നരേന്ദ്രമോദിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നാലെ തന്നെ ഉണ്ടാകുമോ ഈ കാര്യത്തിൽ CPM? ജയിക്ക്.
ജയിക്കിന് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ലഭ്യമല്ല. എന്തായാലും ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചട്ടലംഘനത്തിന്റെ പേരിൽ വികാരമുണർത്തി എങ്ങോട്ടേക്ക് എന്നതായിരുന്നു ചോദ്യം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ PM സുരേഷ് ബാബു, ശ്രീ BV രാജേഷ്, ശ്രീ ജെയ്ക് സി തോമസ്.